അറിഞ്ഞില്ലേ? കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് ഇസ്ലാമിക വിരുദ്ധരും സംഘികളും അതോടൊപ്പം യുക്തിവാദികളടക്കമുള്ളവർ ജിഹാദികളെന്ന് വിളിക്കുന്ന തീവ്രവാദികളെന്ന് വിളിക്കുന്ന മുസ്ലിം സമുദായത്തിൽപ്പെട്ടൊരു വ്യക്തി അഷ്റഫ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ചെയ്ത പ്രവൃത്തി സമൂഹ വാർത്താ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. മകന്റെ വിവാഹത്തോടൊപ്പം 25 യുവതികളുടെ വിവാഹവും നടത്തിയിരിക്കുകയാണ് മലപ്പുറം കൊക്കൂർ സ്വദേശി അഷ്റഫ്. യുവതികൾക്ക് വേണ്ട സ്വർണവും വസ്ത്രവും ഒപ്പം 15,000 പേർക്ക് വിവാഹ സൽക്കാരവും ഒരുക്കിയിരുന്നു. അഷ്റഫിന്റെ മകൻ മുഹമ്മദ് ഫൈസലിന്റെ വിവാഹ പന്തലാണ് കാരുണ്യത്തിന്റെ സ്നേഹപന്തലായി മാറിയത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 25 യുവതികളെ കണ്ടെത്തി അവർക്ക് മംഗല്യമൊരുക്കി. എല്ലാവർക്കും സ്വർണ്ണാഭരണവും വസ്ത്രവുമെല്ലാം അഷ്റഫ് തന്നെ നൽകി. കുറേ കുട്ടികൾക്ക് ജീവിതം കൊടുക്കാൻ കഴിഞ്ഞെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുകയാണ്. ആദ്യം ഒരാൾക്ക് ഒരു കുട്ടി കൊടുത്തു കഴിഞ്ഞാൽ അതേ വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുകയാണ്. എൻ്റെ സഹപ്രവർത്തകർ അവർ തിരഞ്ഞെടുത്ത് പല ഭാഗങ്ങളും പോയിട്ട് അതിന് അർഹതപ്പെട്ട ആൾക്കാരെ മാത്രമാണ് തിരഞ്ഞെടുത്തുകൊണ്ട് ചെയ്തത്. തന്റെ അടുത്ത മകന്റെ വിവാഹത്തിന് 50 യുവതികൾക്ക് മംഗല്യ സൗഭാഗ്യം ഒരുക്കാനാണ് അഷ്റഫിന്റെയും കുടുംബത്തിന്റെയും തീരുമാനം. ഇൻഷാ അല്ലാഹ് മോളെ നെക്സ്റ്റ് മോളെ ഒരു കല്യാണം വരുമ്പോൾ ഒരു 50 കുട്ടികളുടെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കണം എന്നാണ് ആഗ്രഹം. ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ എല്ലാവരും സപ്പോർട്ടും കൂടെ ഉണ്ടാവണം. നേരത്തെ മകളുടെ വിവാഹത്തിന് 10 യുവതികൾക്ക് വിവാഹം ഒരുക്കിയിരുന്നു. കണ്ടില്ലേ, ഈ മനുഷ്യൻ ഇത് ആദ്യമായിട്ടല്ല ചെയ്യുന്നത്. തന്റെ ആദ്യത്തെ മകളുടെ വിവാഹത്തിന്റെ അന്നും 10 നിർധനരായ പെൺകുട്ടികൾക്ക് അദ്ദേഹം വിവാഹം ചെയ്തു കൊടുത്തു. ഇപ്പോൾ രണ്ടാമത് മകളുടെ വിവാഹത്തിന്റെ അന്ന് 25 പെൺകുട്ടികൾക്ക്. ഇനി തന്റെ മൂന്നാമത്തെ മകളുടെ കല്യാണത്തിന്റെ അന്ന് 50 പാവപ്പെട്ട പെൺകുട്ടികളെ അദ്ദേഹം വിവാഹം ചെയ്തു കൊടുക്കാൻ രംഗത്ത് വരികയാണ്. എത്ര വലിയ മനസ്സിന്റെ ഉടമയാണ് അദ്ദേഹം. ആ മനുഷ്യൻ ചെയ്ത പ്രവൃത്തിയെ എല്ലാവരും പ്രശംസിച്ചുകൊണ്ട് ആ മനുഷ്യനെ എല്ലാവരും വാനോളം പുകഴ്ത്തുകയാണ്. ആ മനുഷ്യന് ഒരുപാട് അഭിനന്ദനങ്ങൾ നിറഞ്ഞൊഴുകുകയാണ്. എന്നും എക്കാലത്തും മതസൗഹാർദ്ദത്തിന്റെ, മാനവികതയുടെ, സ്നേഹത്തിന്റെ സന്ദേശങ്ങൾ പകരുന്ന ഒരു ജില്ലയാണ് മലപ്പുറം ജില്ല. അത് എന്നും എക്കാലത്തും അത് കാണാറുണ്ട്. അത്തരത്തിൽ കഴിഞ്ഞ ദിവസവും കണ്ണിന് കുളിർമയേകുന്ന മനോഹരമായ ഒരു കാഴ്ച കാണാനിടയായി. മലപ്പുറം ജില്ലയിൽ നിന്നുള്ള ഒരു റിയൽ കേരള സ്റ്റോറി. മതങ്ങൾക്കിടയിൽ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി സംഘപരിവാർ നുണകൾ കൊണ്ട് തിരക്കഥ എഴുതിയ കേരള സ്റ്റോറിയല്ല. 10,000 പേർക്കിരിക്കാവുന്ന പൂർണ്ണമായും ശീതീകരിച്ച മനോഹരമായ വിവാഹ മണ്ഡപത്തിലാണ് കേരള മുസ്ലിം സ്റ്റോറി അരങ്ങേറിയത്. പ്രവാസി മലയാളിയാണ് കോക്കൂരിലെ അറക്കൽ അഷ്റഫ് ഹാജി. അദ്ദേഹത്തിന്റെ മകന്റെ കല്യാണമായിരുന്നു കഴിഞ്ഞ ദിവസം. പക്ഷെ ആ മകന്റെ കല്യാണത്തിന്റെ അന്ന് വേദിയിൽ തന്റെ മകനും മകന്റെ മണവാട്ടിയും മാത്രമല്ല ഉണ്ടായിരുന്നത്. അവരോടൊപ്പം മറ്റു ഇതര മതസ്ഥരിൽപ്പെട്ട 25ഓളം മറ്റു വധൂവരന്മാരും ഉണ്ടായിരുന്നു. തന്റെ മകന്റെ കല്യാണത്തിന്റെ അന്ന് ആ മനുഷ്യൻ ചെയ്ത മനോഹരമായ ഒരു കാരുണ്യ പ്രവർത്തനമായിരുന്നു അത്. തന്റെ മകന്റെ കല്യാണത്തിന്റെ അന്ന് പാവപ്പെട്ട നിർധനരായ 25ഓളം യുവതികളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുക എന്നുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു ആഗ്രഹം നിറവേറിയപ്പോൾ കേരള ജനത കണ്ടത് മനോഹരമായ കാഴ്ചയായിരുന്നു. തന്റെ മകൻ ഉടുത്തിരുന്ന വസ്ത്രമേതാണോ അതേ വസ്ത്രം തന്നെ മറ്റുള്ള എല്ലാ വരന്മാർക്കും നൽകി. തന്റെ മരുമകൾ ധരിച്ചിരുന്നത് ഏതു വസ്ത്രമാണോ അതേ വസ്ത്രം തന്നെയായിരുന്നു മറ്റുള്ള പെൺകുട്ടികൾക്കും അദ്ദേഹം നൽകിയത്. മാത്രവുമല്ല 10ഓളം പവനുകളും അദ്ദേഹം നൽകി. ഒരു പവൻ സ്വർണത്തിന്റെ വില എത്രത്തോളമാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അതിരത്തിൽ 25ഓളം യുവതികൾക്ക് അദ്ദേഹം 10ഓളം പവൻ സ്വർണം അദ്ദേഹം നൽകി. കഴിഞ്ഞില്ല, അതിനു പുറമെ പങ്കെടുത്ത 20,000-ലേറെ ബന്ധുക്കൾക്ക് വിവാഹ സദ്യയും അദ്ദേഹം ഒരുക്കി. ഒരു നാടിന്റെ ആഘോഷമായിട്ടായിരുന്നു ആ വിവാഹം നടന്നത്. ആ വിവാഹത്തിന്റെ വേദിയിൽ ഒരുപാട് രാഷ്ട്രീയ സമുദായ സംഘടനകളിൽപ്പെട്ട ഒരുപാട് വിശിഷ്ട വ്യക്തികൾ പങ്കെടുത്തിരുന്നു. 3 കോടിയുടെ ശീതീകരിച്ച പന്തലിൽ വെച്ചുകൊണ്ടായിരുന്നു ആ മനോഹരമായ ആ ഒരു സമൂഹ വിവാഹം അദ്ദേഹം നടത്തിയത്. 10,000 പേർക്കിരിക്കാവുന്ന പൂർണ്ണമായും ശീതീകരിച്ച മനോഹരമായ ആ വിവാഹ മണ്ഡപത്തിലായിരുന്നു ആ ഒരു കേരള മുസ്ലിം സ്റ്റോറി അരങ്ങേറിയത്. ആ വിവാഹവേദിയിൽ ശ്രീരഞ്ജിനി എന്ന് പറയുന്ന ഒരു ഹിന്ദു സഹോദരിയും ഉണ്ടായിരുന്നു. 10 പവൻ ആഭരണങ്ങളും മനോഹരമായ വസ്ത്രങ്ങളും സദ്യയും അടങ്ങുന്ന വേദിയിൽ മംഗലഭാഗ്യം ലഭിച്ചുവെന്നത് അപ്പോഴും വിശ്വസിക്കാനായിരുന്നില്ല ശ്രീരഞ്ജിനിക്ക്. വരൻ രാജേഷിന്റെയും ശ്രീരഞ്ജിനിയുടെയും ഹൃദയം സന്തോഷത്തിൽ തുളുമ്പി, കണ്ടുനിന്ന ബന്ധുക്കളുടെയും. ശ്രീരഞ്ജിനിയുടെ മാത്രമല്ല, ഒരാളുടെ ഹൃദയവിശാലത കൊണ്ട് ആ വേദിയിൽ പുതുജീവിതത്തിലേക്ക് പാദമൂന്നിയ 25 വധൂവരന്മാരുടെയും മനസ്സിലെ വികാരമായിരുന്നു അത്. ഗൂഡല്ലൂരിലെ ജിൽഷിത, വയനാട്ടിലെ തസ്നി, കരിപ്പൂരിലെ അഖില, പഴയന്നൂരിലെ ഷമീമ,
കവളപ്പാറയിലെ ലിയ, വടക്കാഞ്ചേരിയിലെ അഞ്ജന തുടങ്ങിയവരെല്ലാവരും ഉണ്ടതിൽ. എല്ലാം വിവിധ മതസ്ഥരാണ്. അഷ്റഫിന്റെയും മറിയക്കുട്ടിയുടെയും മകൻ മുഹമ്മദ് ഫൈസലിന്റെയും രണ്ടത്താണി പുളിശ്ശേരി അബ്ദുൽ ഹാരിഫിന്റെയും സെയ്ഫുന്നുസയുടെ മകൾ സാനിയുടെയും വിവാഹ പന്തലിലാണ് നിർധനരായ 25 യുവതികളുടെയും ആ മംഗല്യ പന്തലായി മാറിയത്. ക്ഷണിക്കപ്പെട്ടവർക്കൊക്കെ അദ്ദേഹം മനസ്സു നിറയെ സ്നേഹവും വയറു നിറയെ ഭക്ഷണവും നൽകി. കുറച്ചു പണം വന്നു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപ പൊടിപൊടിച്ച് വിവാഹവേദിയിൽ ആർഭാടങ്ങളും ഡാൻസുകളും പാട്ടുകളും കൂത്തുകളും ഒക്കെയായി വിവാഹവേദിയിൽ തിമിർത്താടുന്ന ഓരോ മനുഷ്യരും കണ്ടിരിക്കണം ഈ ഒരു കാഴ്ച. അത്തരത്തിൽ കുറച്ച് പ്രശസ്തിയും പണവും വന്നു കഴിഞ്ഞാൽ അഹങ്കരിക്കുന്ന എല്ലാവരും കണ്ടിരിക്കേണ്ട മനോഹരമായ ഒരു കാഴ്ചയാണ് അഷ്റഫ് ഹാജി സമ്മാനിച്ചത്. അതാത് മതസ്ഥരിൽപ്പെട്ടവർ അവരുടേതായ ചടങ്ങുകൾ അനുസരിച്ചായിരുന്നു അവരുടെ വിവാഹ കർമ്മങ്ങളൊക്കെ നടന്നത്. നോക്കിയത് ചെയ്തത് ഒരു മുസ്ലിമായ മനുഷ്യനാണ്. ഇസ്ലാമിക വിരുദ്ധർ പലപ്പോഴായി തീവ്രവാദികളെന്നും വർഗീയവാദികളെന്നും വിളിക്കുന്ന ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്ന ഒരു മുസ്ലിമായ മനുഷ്യൻ. നോക്ക്, അദ്ദേഹത്തിന് വേണമെങ്കിൽ തൻ്റെ സ്വന്തം സമുദായത്തിൽപ്പെട്ട പെണ്ണുങ്ങൾക്ക് മാത്രം അദ്ദേഹം അത്തരത്തിലുള്ള ഒരു പ്രവർത്തനം ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ ഈ ഒരു പ്രവർത്തനത്തിൽ അദ്ദേഹം മറ്റുള്ള ഹൈന്ദവ ക്രൈസ്തവ സമുദായത്തിൽപ്പെട്ട നിർധനരായ യുവതികളെയും അദ്ദേഹം ഈ ഒരു മനോഹരമായ പ്രവർത്തനത്തിന്റെ ഭാഗമാക്കി മാറ്റി. ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന മനോഹാരിത. എല്ലാവരെയും ഒരുപോലെ കാണണമെന്നും എല്ലാ മനുഷ്യരെയും ഒരുപോലെ സ്നേഹിക്കണമെന്നും പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം. ആ പരിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാമിനെതിരെയാണ് ഇസ്ലാമിക വിരുദ്ധരും യുക്തിവാദികളും നിരീശ്വരവാദികളുമെല്ലാം ഇല്ലാത്ത കള്ളക്കഥകൾ പടച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ സത്യം എന്താണ് എന്നുള്ളത് ഈ കേരളത്തിൽ നല്ലവരായ ജനങ്ങൾക്കറിയാൻ സാധിക്കും. അവർ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. വാതുറന്നു കഴിഞ്ഞാൽ വർഗീയതയും വിദ്വേഷം പറയാനല്ലാതെ, ജനങ്ങളെ തമ്മിലടുപ്പിക്കാനല്ലാതെ എന്തെങ്കിലും ഒരു ഗുണം ഈ നാടിനു വേണ്ടി, ഈ സമൂഹത്തിനു വേണ്ടി ഇത്തരം വർഗീയവാദികളൊന്നും ഉണ്ടായിട്ടുണ്ടോ? ഒരിക്കലുമില്ല. ഇവർക്കിങ്ങനെ വർഗീയതയും വിദ്വേഷം പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഹിന്ദുക്കളുടെ അവകാശം പറഞ്ഞ് ഹിന്ദുക്കൾക്ക് വേണ്ടി സംസാരിക്കുന്നവരാണ്, ഹിന്ദുക്കളുടെ സംരക്ഷണം ഏറ്റെടുക്കാൻ വേണ്ടി വന്നവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് സമൂഹമാധ്യമങ്ങളിലും വാർത്താമാധ്യമങ്ങളിലും വർഗീയത വിദ്വേഷം പറഞ്ഞു വരുത്തുന്ന കുറെ വർഗീയവാദികളായ നേതാക്കന്മാരുണ്ട്. എന്നാൽ സ്വന്തം സമുദായത്തിൽ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. അവരെ സഹായിക്കാൻ അറിയില്ല, അവരെ ചേർത്തു പിടിക്കാൻ അറിയില്ല. പകരം ആ ഹിന്ദുക്കളുടെ പേര് പറഞ്ഞുകൊണ്ട് വർഗീയതയും വിദ്വേഷം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം. വെള്ളിയാഴ്ച ജുമാ നിസ്കാരത്തിന് ശേഷം പള്ളിയിലേക്ക് ചെന്നാൽ ഒരു കാഴ്ച കാണാം. ആ പള്ളിക്ക് പുറത്ത് ഒരുപാട് ആളുകൾ ഇങ്ങനെ സഹായം ചോദിച്ചു നിൽക്കുന്നുണ്ടാകും. ആ സഹായം ചോദിക്കുന്നവരിൽ മുസ്ലിമുകൾ മാത്രമല്ല, അതിൽ ഹൈന്ദവരും ക്രൈസ്തവരും ഉണ്ടാകും. അതിലും മതം നോക്കാതെ, ജാതി നോക്കാതെ അവിടെയുള്ള ആളുകൾ, മഹല്ല് കമ്മിറ്റികൾ അവരെ സഹായിക്കാറുമുണ്ട്. ഇതാണ് നമ്മുടെ സുന്ദരമായ കേരളത്തിന്റെ മാനവികത. ഇതാണ് മതസൗഹാർദ്ദം. ഈ മതസൗഹാർദ്ദത്തെയും മാനവികതയും ഒരു വർഗീയവാദികൾക്കും ഇല്ലാതാക്കാൻ കഴിയില്ല.